1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബിൻ്റെ ദശാംശ രൂപം കാണുക. 1/2 അതുപോലെ ഇടുക. പ്ലസ് 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 അതായത് 4 പ്ലസ് 1/2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 അതായത് 8. ഇത് കൂട്ടണമെങ്കിൽ ഛേദങ്ങൾ തുല്യമാവണം, ഡിനോമിനേറ്റേഴ്സ് തുല്യമാവണം. അപ്പോൾ 2, 4, 8 ഇത് വ്യത്യസ്തമാണ്. ഇതിൻ്റെ LCM കാണുക. 2, 4, 8 ഇതിൻ്റെ LCM കാണാൻ ഇതിലത്തെ ഏറ്റവും വലിയ സംഖ്യ എടുക്കുക 8. അതിൻ്റെ പട്ടിക നോക്കുക. 1 8 8. അപ്പോൾ ആദ്യത്തെ പട്ടികയിലുള്ള ആദ്യത്തെ ഗുണിതം 8ആണ്. ഇത് 2ൻ്റെയും 4ൻ്റെയും ഗുണിതമാണോ? 2ൻ്റെയും ഗുണിതമാണ്, 4ൻ്റെയും ഗുണിതമാണ്. അതുകൊണ്ട് LCM 8 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലത്തെ ഓരോ ഭിന്നസംഖ്യകൾ എടുക്കുക. ആദ്യത്തെ ഭിന്നസംഖ്യ 1/2 ഇൻറ്റു എന്നിടുക. ഇവിടെ സമം എന്നിട്ടിട്ട് ബൈ ഇട്ടിട്ട് ഈ LCM ഇടുക 8. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 8 കിട്ടുക? 2 ഇൻറ്റു 4 8. അപ്പോൾ ഇവിടെ 4 ബൈ ഇവിടെ ഈ 4 ഇടുക. 4/4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 ഇൻറ്റു 4 8, 1 ഇൻറ്റു 4 4. അതുപോലെ അടുത്ത ഭിന്നസംഖ്യ എടുക്കുക. 1/4 ഇൻറ്റു എന്നിടുക, സമം എന്നിടുക. ഇവിടെ 8 എന്നിടുക. LCM 8 എന്ന് എഴുതി ബൈ ഇട്ടു. 4നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 8 കിട്ടുക? 4നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 കിട്ടുക. അപ്പോൾ ഇവിടെ 2/2 എന്ന് എഴുതുക. 2/2 എന്നിട്ട് ഗുണിക്കുക. 4 ഇൻറ്റു 2 8, 1 ഇൻറ്റു 2 2. അപ്പോൾ 4/8 2/8 ഇതിനെ 2നെയും മാറ്റി എഴുതി. അപ്പോൾ ഛേദങ്ങൾ തുല്യമായി. ഈ 1/8 മാറ്റേണ്ട, കാരണം അതിൻ്റെ ഛേദം 8 തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടി കൂട്ടുക. 1/2 1/4 1/8 കൂടി കൂട്ടണം. അപ്പോൾ 1/2 പകരം നമ്മൾ എന്താ എഴുതുക? 4/8 കൂട്ടണം. 1/4 പകരം എന്താ എഴുതുക? 2/8 പ്ലസ് 1/8 അതുപോലെ ഇടുക. 1/8. അപ്പോൾ ഛേദങ്ങൾ തുല്യമായി. അപ്പോൾ അംശങ്ങൾ കൂട്ടുക. 4ഉം 2ഉം 6, 6ഉം 1ഉം 7/8 എന്ന് എഴുതുക. ഇനി ഇത് ഹരിക്കുക. 7നെ 8 കൊണ്ട് ഹരിക്കുക. 7 ഹരിക്കണം 8. 7ൽ 8 പൂല്യ, ചെറിയ സംഖ്യയാണ്, അതുകൊണ്ട് 0 എന്നിടുക. ഇനി നമുക്ക് 0 ചേർക്കുക. 7ൻ്റെ കൂടെ 0 ചേർക്കുമ്പോൾ ഇവിടെ പോയിൻ്റ് ഇടുക. 70ൽ 8 8 8 64. കുറയ്ക്കുമ്പോൾ 6 എന്ന് വരും. ഇനി വീണ്ടും 0 ചേർക്കുക. 60ൽ 8 7 8 56. കുറയ്ക്കുമ്പോൾ 60 56 കുറച്ചാൽ 4. വീണ്ടും 0 ചേർക്കുക. 40ൽ 8 5 8 40. ഇപ്പോൾ കുറയ്ക്കുമ്പോൾ 0 കിട്ടി. അപ്പോൾ ഉത്തരം 0.875. ദശാംശ രൂപം കാണുകയാണ് വേണ്ടത്. ദശാംശ രൂപത്തിലാക്കി ഉത്തരം 0.875.